KSRTC പാലാ ഡിപ്പോയിലെ ഡ്രൈവർമാർക്കും ജീവനക്കാർക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജീവനക്കാർക്കുള്ള രണ്ടാം ഘട്ട ബോധവൽക്കരണ ക്ലാസാണ് നടന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ KSRTC പാലാ ഡിപ്പോയിലെ ഡ്രൈവർമാർക്കും ജീവനക്കാർക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരായ ആശാ കുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോർജ് വർഗീസ് എന്നിവർ ക്ലാസ് നയിച്ചു. മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് KSRTC അപകടങ്ങൾ കുറവാണ്. ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർ എല്ലാം KSRTC തന്നെയാണ്. ബാക്കി വണ്ടികളെ ഉപയോഗിക്കുന്നത്. അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു വണ്ടി ഓടിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മോട്ടോർ വെഹിക്കിൾ ആക്ട് ഉണ്ട്. 1988 ഉണ്ടാക്കിയതാണ്. 2018 അമെൻഡ്മെന്റ് ചെയ്തു. അതിനകത്ത് ഒരു ചാപ്റ്ററാണ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ. ചെറിയ അത് മാത്രമുള്ള ഒരു ബുക്കാണ് ഇതിലിരിക്കുന്നത്, മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ. ഈ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷനിൽ എന്താണ് പറയുന്നത്? എങ്ങനെ ഒരു വാഹനം ഓടിക്കണം, എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്യുന്നത്, റോഡിലുള്ള റോഡ് മാർക്കിങ്സ്, റോഡിലെ സിഗ്നൽസ്, റോഡിലെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഈ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷനാണ്. ഈ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ അനുസരിക്കാതിരുന്നാൽ അപകടങ്ങൾ ഉണ്ടാവും. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ ഡ്രൈവർ വാഹനവുമായി പൊതുനിരത്തിൽ ഇറങ്ങുമ്പോൾ സുരക്ഷിതമായ യാത്രയ്ക്ക് പാലിക്കുന്ന നിയമങ്ങളെയാണ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ഇത് മോട്ടോർ വാഹന നിയമം അനുസരിച്ചുള്ളതിനാൽ സംസ്ഥാനങ്ങളുടെ റോഡ് നിയമവും എല്ലാ സംസ്ഥാനങ്ങളിലും റോഡ് നിയമവും ഒന്നാണ്. ഡ്രൈവിംഗ് റെഗുലേഷൻ പാലിക്കാതിരുന്നാൽ അപകടം ഉണ്ടാകും എന്ന് മാത്രമല്ല അത് കുറ്റകരവുമാണ്. LED വാളിന്റെ സഹായത്തോടെയായിരുന്നു ക്ലാസ്. ജീവനക്കാർക്കുള്ള രണ്ടാം ഘട്ട ബോധവൽക്കരണ ക്ലാസ്സാണ് നടന്നത്. ജീവനക്കാരുടെ സംശയ ദൂരീകരണത്തിനുള്ള അവസരവും ഉണ്ടായിരുന്നു. i4 ന്യൂസ് പാലാ.